ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ കുറേ ആയി ലൈവ് ഒന്നും ഇടാറില്ല, ഒന്നുമില്ല, വയ്യ. കോലം തന്നെ കണ്ടാലറിയാം, വയ്യാത്തത് കൊണ്ടാണ് ലൈവ് ഒന്നും അങ്ങനെ ഇടാത്തത്. ഞാൻ കഴിഞ്ഞ ദിവസം പോക്സോ കേസിൽ ഫിലിപ്പ് മമ്പാട് വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ പറയണ പച്ചക്കള്ളം കേട്ട് സഹിക്കാൻ പറ്റണില്ല. എന്തിനാണ് ഇങ്ങനെ കള്ളങ്ങൾ ഇങ്ങനെ പറയണത്? കേൾപ്പിച്ചുതരാം. അതെ, ഞങ്ങള് വിവാഹം കഴിഞ്ഞ് 22-23 വർഷമായി. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. പച്ചക്കള്ളം ചേച്ചി നട്ടാ കുടിക്കാത്ത നുണ എന്തിനു വേണ്ടിയിട്ടാണ് ചേച്ചി പറയുന്നതെന്ന് ആലോചിക്കുക. ചേച്ചി പറയുന്നത് ചേച്ചിയുടെ ആദ്യ ഭർത്താവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചേച്ചി പറയുന്നത് ചേച്ചിയുടെ തൊട്ടിപ്പുറം നിൽക്കുന്ന മകളുടെ അച്ഛന് വേണ്ടിയിട്ടോ എന്തിനു തന്നെ ആയിരുന്നാലും ചേച്ചി മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. 16 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പിച്ചി ചീന്തിയതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ആദ്യ ഭർത്താവ് ഇപ്പോൾ അഴിക്കുള്ളിൽ കിടക്കുന്നത്. അപ്പൊ അതേപോലെ ഒരു നരാധമന് വേണ്ടി നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളെ പോലെയുള്ള അച്ഛന്മാർ എന്ത് ചെയ്യും? ഇവിടെ ഉയർത്തെഴുന്നേൽക്കും, ഈ കുട്ടിക്ക് വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കും. അത് കൊട്ടിയടയ്ക്കാൻ വക്കീലെന്നല്ല നിങ്ങളെന്നല്ല ആരെന്ത് സംസാരിച്ചാലും തെളിവോടുകൂടി തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരും. ഇതിൽ പറയുന്ന നിങ്ങൾ ആദ്യ ഭാര്യ എന്ന് എടുത്തു പറയുന്നതിന്റെ കാര്യം വരുന്നില്ല. നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത് എവിടെയാണെന്നും നിങ്ങൾ പേര് മാറ്റി ഡോളി എന്ന പേരിൽ ഇസാ ജോസഫ് എന്നതിലോട്ട് നിങ്ങൾ പരമായ പ്രവേശം നടത്തിയപ്പോൾ നിങ്ങൾ ചതിച്ച ഒരാളും കൂടി ഉണ്ട്. ഇപ്പോൾ നിങ്ങളെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ ലിവിംഗ് ടുഗദർ പാർട്ട്ണർ അയാൾ എവിടെയാണ്, എന്താണ് കാര്യങ്ങളെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. തെളിവുകൊണ്ട് അയാളോട് സംസാരിച്ചത് വരെ വേണമെങ്കിൽ ഇവിടെ കേൾപ്പിച്ചു തരാം. നിങ്ങളുടെ പേര് മാറ്റിയ ഡീറ്റെയിൽ കാര്യങ്ങൾക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങളുടെ ആധാർ കാർഡ് ഞാനൊന്ന് പരിശോധിച്ചായിരുന്നു ചേച്ചി. ആധാർ കാർഡിൽ പണ്ട് നിങ്ങൾ ആയിരുന്നു ഡോളി, അത് നിങ്ങളുടെ ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ കണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന അഡ്രസ് കെയർ ഓഫ് റെജി സെബാസ്റ്റ്യൻ, കുരിശുകുന്നേൽ, അടിവാരം. ഈ അഡ്രസ് കറക്റ്റ് ആണോ ചേച്ചി? അപ്പൊ ഇതനുസരിച്ച് ചേച്ചി നിങ്ങൾ പറയുന്നത് ഒരു വലിയ കള്ളമാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ 23 കൊല്ലമായിട്ട് ഒരേ വീട്ടിൽ സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന നിങ്ങളുടെ ഫിലിപ്പേട്ടന്റെ കൂടെയാണ് നിങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ OP നമ്പർ 743/2024 നിങ്ങൾ കൊടുത്തിരിക്കുന്ന കോടതിയിലെ മൊഴി പ്രകാരം 22/8/2020 മുതൽ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ പിരിഞ്ഞു താമസിക്കണം. അങ്ങനെ പറഞ്ഞൊരു ഗ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഡിവോഴ്സ് ആണ് ഈ ഇരിക്കുന്ന പേപ്പർ. കണ്ടില്ലെങ്കിൽ ഒന്ന് കാണിച്ചു, ഇതാണ് നിങ്ങളുടെ ഡിവോഴ്സ്. ഇതും തലതിരിഞ്ഞായിരിക്കും കാണുന്നത്. കുഴപ്പമില്ല, ചേച്ചിക്കെങ്കിലും അറിയാലോ. നിങ്ങളുടെ തന്നെ ഡിവോഴ്സ് ആണല്ലോ. ഇതിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പിരിയാനുള്ള കാരണവും സ്വമേധ നിങ്ങളെടുത്ത തീരുമാനങ്ങളും എല്ലാം ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ചേച്ചി വലിയ കള്ളം നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ കുട്ടികളുടെ അച്ഛനോടുള്ള സ്നേഹമാണോ, അതോ അയാൾ ഉണ്ടാക്കി സമ്പാദിച്ചിട്ടിരിക്കുന്ന സ്വത്ത് ഇനി അയാൾ അകത്ത് കിടക്കുമ്പോൾ അത് അടിച്ചു മാറ്റാൻ വേണ്ടി? കാരണം നിങ്ങൾ നിയമപരമായി വിവാഹബന്ധം വേർപെടുത്തുമ്പോൾ നല്ലൊരു തുക ഇദ്ദേഹത്തിൽ നിന്ന് കൈപ്പറ്റിയിട്ടാണ് ഇത് ചെയ്തതെന്നും തെളിവുകൾ കയ്യിലുണ്ട്. അപ്പൊ അതൊരു പ്രശ്നമല്ല. കാരണം ഡിവോഴ്സ് എല്ലാവരും ചെയ്യും, ഞാനും ഒരെണ്ണം ചെയ്ത് ചേച്ചി. അതുകൊണ്ട് അത് പ്രശ്നമേ അല്ല. നമ്മുടെ സന്തോഷമാണ് ഏറ്റവും വലുത്. നമ്മൾ പക്ഷേ അത് കഴിഞ്ഞ ഒരാളോട് ജീവിക്കുമ്പോൾ അവരുടെ സന്തോഷം നമ്മൾ നോക്കണം. അതിന് പകരം വീണ്ടും പഴയ ആൾക്കാരുടെ സ്നേഹം, കൊച്ചിൻ തച്ചൻ വല്യപ്പച്ചൻ എന്നൊക്കെ പറഞ്ഞ് ഓടുമ്പം അതിനെന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ എല്ലാവരും ഞാനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നല്ലേ? അപ്പൊ കാര്യം ചെയ്യാം, ഈ ചേച്ചി പറയുന്ന ചേച്ചിയുടെ ആധാറിലുള്ള ചേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം, എന്താ സംഭവം ഇല്ലേ? ഒന്ന് കേട്ടിട്ട് വരാം. ഹലോ, വൈകിട്ടാണോ? ചേട്ടാ നമസ്കാരം, എന്റെ പേര് ചെറുന്നാണ്. എന്നെ വിളിച്ചു പറഞ്ഞല്ല, ഞാൻ വിളിക്കുന്നത് നമ്മള് കൊച്ചിന്നാണ് വിളിക്കുന്നത്. ഞാൻ വിളിച്ചു ചേട്ടാ, നമ്മുടെ ആ ഫിലിപ്പ് സാറിന്റെ വൈഫിനെ 3-4 കൊല്ലം നിങ്ങളുടെ കൂടെ അല്ലേ താമസിക്കുന്നത്? കല്യാണം കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവര് ഡിവോഴ്സ് ആയ സ്ത്രീ അല്ലേ? 2020. ഓ, ഡിവോഴ്സിന് മുമ്പ് നിർത്തിയാണോ ഡിവോഴ്സ് കഴിഞ്ഞ് നിർത്തിയാണോ അവരെ? അപ്പൊ അതാണ് 4 കൊല്ലമായിട്ട് ഇയാളുടെ കൂടെ താമസിക്കുന്ന ചേച്ചിയുടെ കുമ്പടിയാണോ ഈ അവിടെയും ഇവിടെയും ഒരുപോലെ താമസിക്കാൻ ചേച്ചിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് കഴിവുണ്ട്? ചേച്ചിയുടെ ശത്രുവല്ല, ചേച്ചിയുടെ മിത്രവുമല്ല ഞാൻ. പക്ഷേ ആരും കാണാതെ എവിടെയോ മറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ മറഞ്ഞിരിക്കപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു 16-കാരിയുണ്ട്. ആ 16-കാരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അവരുടെ വീട്ടിൽ ഈ പറയുന്ന ഫിലിപ്പാവിന്റെ അമ്മയെ കൂട്ടി പോയി മാപ്പ് അപേക്ഷിച്ചു. ലക്ഷങ്ങൾ, 10 ലക്ഷം തരാം, 15 ലക്ഷം തരാം. ഒരു ചെറിയ സൈനൈഡ് കുപ്പി കാണിച്ചിട്ട് പറഞ്ഞു, ഈ കുപ്പി ഞാൻ മരിക്കുമെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് ചേച്ചി? ഈ നിങ്ങളുടെ മകൾ അച്ഛനെ പറ്റി പറയുന്ന ചില കാര്യങ്ങൾ കേട്ടായിരുന്നു. മകളെ പറ്റി ആളുകൾ പറയുന്നത് അത് എന്റെ പ്രശ്നമേ അല്ല. കാരണം ഞാൻ വന്നിരിക്കുന്നത് അത് സംസാരിക്കാനല്ല. ചേച്ചിയുടെ ചില വൈകാരിക നിമിഷങ്ങൾ ചേച്ചി പറഞ്ഞ പല കാര്യങ്ങളും കേൾക്കുകയാണ്. എനിക്കൊരു ബിസിനസ് ഉണ്ട്, അതിന്റെ കാര്യത്തിൽ ഞാൻ പോയിട്ട് ഞാൻ തിരിച്ചു വരാറുണ്ട്. അവിടെ അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ നിൽക്കും. അത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. പിന്നെ എല്ലാവരും പറയുന്നത് കുടുംബ പ്രശ്നങ്ങൾ, എല്ലാ വീട്ടിലുള്ള കുടുംബ പ്രശ്നങ്ങൾ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അതിപ്പോ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിലും കാണും, അത് സ്വാഭാവികമല്ലേ. കുടുംബത്തിൽ പ്രശ്നമില്ല, കുടുംബം ഇല്ല, അത്രയേ ഉള്ളൂ ഇതിന്റെ കാര്യം. ആരോ പറഞ്ഞു പഠിപ്പിച്ചത് ചേച്ചി അവിടെ വൊമിറ്റ് ചെയ്ത് വെച്ച് ഛർദ്ദിച്ചു വെച്ചതിന്റെ ഒരു ചാലിത
കുറ്റബോധം ചേച്ചിയെ വേട്ടയാടുന്നുണ്ട്. ചേച്ചിയുടെ മുഖം കണ്ടാൽ അറിയാം നിങ്ങൾ മനസ്സിൽ നിന്ന് പറഞ്ഞതല്ല അതെന്തെങ്കിലും ആവട്ടെ. പക്ഷെ നിങ്ങളുടെ ബിസിനസ് എന്താണെന്ന് എനിക്കറിയാം. കാരണം ഇപ്പൊ ഞാൻ ആദ്യം അവരോട് സംസാരിച്ചില്ല, അയാളോട് ഞാൻ ചോദിക്കുന്നുണ്ട് എന്താണ് ബിസിനസ്. അയാൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 4 പശു ഉണ്ടെന്ന്. അവിടെ ചേച്ചിയുടെ പശു അല്ലേ ചേച്ചി? തോണ്ട് ആ ഇരിക്കുന്നത് ചേച്ചിയുടെ വീടല്ലേ തോണ്ട് ഈ ഇരിക്കുന്നത്. ആ വീട്ടിലും ആ പശുവിനെ നോക്കിയിരിക്കുന്നത് ചേച്ചിയുടെ ഒരു പൂജ മാറിയിരിക്കുന്നതുണ്ടോ. ഇതാണ് ചേച്ചിയുടെ വീട്. അപ്പൊ ചേച്ചി സ്ഥിരതാമസമായിരിക്കുന്ന വീട് ഇതാണ്. ബിസിനസ് എന്ന് പറയുമ്പോൾ പാവാ ചേട്ടനോട് ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു പശുവിനെ ഒന്നും മേടിച്ച് പുല്ലും വേണ്ടി മടുത്തെന്ന് പറയുന്നത്. അപ്പൊ ചേച്ചി അയാളോടെങ്കിലും അല്പം ആത്മാർത്ഥത കാണിക്കണമേ എന്ന് അപേക്ഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തിനോട് സംസാരിച്ചത് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ അറ്റാച്ച് ചെയ്തേക്കാം. വേറെന്നല്ല, പാവമാണെന്ന് തോന്നുന്നു. അയാളും പാവമാണ്, ചേച്ചിയും പാവമാണ്. കാരണം നിങ്ങളോടൊരു പ്രത്യേക സ്നേഹം അയാൾക്കുണ്ട്. അതെനിക്ക് അതിൽ നിന്ന് തോന്നി. ചേച്ചിയുടെ മകളെന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ, അതൊന്ന് കേട്ടെ. മാനസികമായിട്ട് ഞങ്ങൾ വളരെയധികം തളർന്നിരിക്കുകയാണ്. ഞങ്ങളെ വീണ്ടും വീണ്ടും തളർത്തരുത് എന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. സാരാക്കി കളഞ്ഞു കരയിച്ചു മോളല്ല ചേച്ചി ഇടയ്ക്കേറി പറഞ്ഞു. നീ മോക്ക് പറയാനുള്ള പറ. കുടുംബം കൂടെയുണ്ട്. കുടുംബം പപ്പയുടെ കൂടെയാണ്. ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. യാതൊരു പ്രശ്നങ്ങളും പപ്പയ്ക്ക്. യാതൊരു പ്രശ്നവും പപ്പയ്ക്കില്ല. പപ്പയുടെ പ്രശ്നം എന്താണെന്നുള്ളത് ഇപ്പൊ ഏകദേശം നാട്ടുകാർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഞാൻ പറഞ്ഞ വീട്ടിൽ പോയി പൈസ കൊടുക്കാം എന്നൊക്കെ പറയുന്നതിനും തെളിവുണ്ട്. അപ്പൊ നമ്മളത് എല്ലാം ഒരുമിച്ച് ആവശ്യമില്ല. പതുക്കെ മതി. കാരണം ഇവരിനിയും നാടകം കളിക്കും. അപ്പൊ നാടകങ്ങൾ ഓരോന്ന് പൊളിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. പിന്നെ വക്കീല് കൊള്ളാം. വക്കീലേ, നിങ്ങൾ കോടതിയിൽ കയറുന്നത് കുപ്പായം ഇട്ടിട്ടാണ്. നമ്മൾ കോടതിയിൽ കുപ്പായം ഇല്ലാതെ കയറുന്ന ആൾക്കാർ. അതായത് നിങ്ങൾ വെച്ചാൽ ബ്ലാക്ക് കളർ കുപ്പായം, അതിന്റെ ആവശ്യം നമുക്കില്ല. പിന്നെ നിങ്ങൾ കോടതിയിൽ കയറുന്നത് കള്ളം പറയണം. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കക്ഷിക്ക് വേണ്ടിയിട്ട് നിങ്ങളല്ല അതിന് ആര് കള്ളം. ഇപ്പൊ അതിനുവേണ്ടി ഉണ്ടാക്കിയ നാടകം എന്തായാലും കണ്ടന്റിന് ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഈ സാധനം പൊളിഞ്ഞിട്ടുണ്ട്. എന്തായാലും ലെറ്റ്സ് അടുത്തോളം ഉണ്ടായിക്കൊണ്ട് എന്തായാലും വക്കീല് എനിക്കും ഈ കുടുംബം കൂടെയില്ലാന്നുള്ള വ്യാപകമായ പ്രചരണം കാണുന്നു. അത് തെറ്റാണെന്നുള്ളതാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ ഞാൻ പറഞ്ഞ ആ ഡിവോഴ്സിനുള്ള ബോധ്യപ്പെട്ടിട്ടില്ല. എങ്ങനെയാണ് ഇയാളൊപ്പം ജീവിക്കുന്നതെങ്കിൽ ആ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഇവർക്ക് ഡിവോഴ്സ് വാങ്ങിക്കൊടുത്തതും തെറ്റ് തന്നെയല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് വക്കീലെ വിവാഹബന്ധം വേർപെടുത്തി കഴിഞ്ഞിട്ടും ഒരുമിച്ച് ജീവിക്കുവാണ് എന്ന് ഇവരിപ്പൊ പറയുന്നത്? അവരൊരിക്കലും വിവാഹബന്ധം വേർപെടുത്തിയിട്ടില്ല എന്ന് പറയുന്നത്. ഇവരുടെ ബിസിനസ് എന്താ? ഇവരെവിടെയാണ് പോയി വരുന്നത്? ഇതൊന്നും അന്വേഷിക്കാൻ എന്താ ഈ നാട്ടിലുള്ള ആരും അന്വേഷിക്കില്ല നിങ്ങൾ കരുതി? ഇയാൾ തേച്ചു മാച്ച് കളയാൻ ശ്രമിക്കുന്നത് ഒരു 16-കാരിയുടെ സ്വപ്നങ്ങളെയാണ്. അതാദ്യം മനസ്സിലാക്കണം. അവളുടെ സ്വപ്നത്തെയാണ് ഈ നാറി എന്ത് ചെയ്തത്? വളച്ചൊടിച്ചു കളഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അവരെ ഒന്നും ന്യായീകരിച്ചുകൊണ്ട് ഒരിക്കലും വരരുതെന്നാ പറയുന്നത്. മകളെ, നീ ആലോചിക്കണം, നീയും ഒരു പെണ്ണാണ്. നിന്റെ അച്ഛൻ ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാനുള്ള ആർജവം മനസ്സിലുണ്ടാണ്. സ്ത്രീയെ, നീ ഒരു അമ്മയാണ്. നിന്റെ ഗർഭപാത്രത്തിലും 2 ജീവൻ എടുത്തതാണ് ഇല്ലേ? ഒരു മകളും ഒരു മകനും. നിന്റെ മകൾക്കാണ് ഇത് വന്നിരുന്നതെങ്കിൽ എന്ത് ചെയ്തേ? അവിടെ ഭർത്താവെന്നോ അച്ഛനെന്നോ സഹോദരനെന്നല്ല, നീ ഒരു മനുഷ്യനായി ചിന്തിക്കും, നീ ഒരു അമ്മയായി ചിന്തിക്കാൻ എനിക്ക് പറയാനുള്ളത്. കൂടുതലൊന്നും ഈ കാര്യത്തിലില്ല. ഇനിയും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. അന്നേരം ഇതിന്റെ അപ്പുറം പറയും. ഈ കുട്ടി 16 വയസ്സുള്ള കുട്ടി ചിലപ്പം ഒരു കർട്ടന് പുറകിലിരിക്കാൻ വിധിക്കപ്പെട്ടവളായിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? നിന്റെ ഭർത്താവ് കാരണം, നിന്റെ ആദ്യ ഭർത്താവ് കാരണം. മകളെ, നിന്റെ അച്ഛൻ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ഹോമിക്കപ്പെട്ടത്. ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്റെ മകളാകാനുള്ള പ്രായമേ ഉള്ള ആ പെൺകുട്ടി അല്ലെ? എന്റെ മൂത്ത മകൾക്ക് 12 വയസ്സുണ്ട്. ഇതിന് 3-4 വയസ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. 16 വയസ്സെന്ന് പറഞ്ഞാൽ ആ മകളോട് ഇങ്ങനെ പെരുമാറിയ നിന്റെ അച്ഛനെ നീ ചേർത്ത് പിടിക്കുമ്പോ ഒന്നും പറയാനില്ല. കാരണം അച്ഛനോടുള്ള സ്നേഹം വേണം. ഏതൊരു പെൺമക്കൾക്കും ഹീറോ അച്ഛനാണ്. പക്ഷെ നിന്റെ അച്ഛൻ ഹീറോ അല്ല എന്ന് ഈ ലോകം തിരിച്ചറിയും. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടേണ്ടി വരും. എന്തായാലും അമ്മയ്ക്ക് മറ്റേ ചേട്ടനോട് ഞാൻ സംസാരിച്ചതിന്റെ ബാലൻസ് ഇട്ടേക്കാം. അതൊന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും. കള്ളം പറയുമ്പോൾ നിന്റെ അമ്മ നല്ലൊരു അമ്മയാണ്. കാരണം തല താന്നിരിക്കുന്ന ആ സ്ത്രീകൾ അവരൊരു നല്ല അമ്മയായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ ഈ കള്ളം പറഞ്ഞത്. പക്ഷെ ഞാൻ ഒരിക്കലും ഇങ്ങനെ തെളിവോടുകൂടി വന്ന് സംസാരിക്കില്ലായിരുന്നു. തൊട്ടപ്പുറത്ത് ഞാൻ കാണുന്നത് എന്റെ മകളെയാണ്. ഒരു 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. അപ്പം ഇത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേദനിക്കണം. കാരണം നിങ്ങളുടെ വേദനയും കണ്ണുനീരും ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. കാരണം ഞാൻ കാണുന്നത് ഞാൻ കാണാത്തൊരു കുട്ടിയാണ്. ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഞാൻ ഇനിയും സംസാരിക്കും. ആ കുട്ടിയെ ചേർത്ത് നിർത്താൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും അതിന്റെ എക്സ്ട്രീം ലെവൽ വരുമ്പോൾ. എന്തായാലും ഇതിന് ശേഷമുള്ള ആ ചേട്ടനോട് സംസാരിക്കുന്നു. ഒന്ന് കേട്ടോളൂ. പറ്റുവാണെങ്കിൽ പൊന്നു ചേച്ചി സംരക്ഷിച്ചതാണ്. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഉപദ്രവിച്ച്, നിങ്ങൾക്ക് ഭക്ഷണം തരാതെ, നിങ്ങളെ രാപ്പകൽ ഉപദ്രവിച്ചപ്പോൾ പൈസ തരാതെ നിങ്ങൾ കേസുമായി സിഐയുടെ ഓഫീസ് കയറി ഇറങ്ങി ഇയാളെ പറ്റി ഓരോന്ന് പറഞ്ഞ് എന്തിനാണ്? നിങ്ങളുടെ മകളും നിങ്ങളും ഇയാൾ ചെയ്ത പ്രവർത്തികൾ കണ്ട് മടുത്ത വീട് വിട്ടിറങ്ങിപ്പോയ വ്യക്തികളാണ്. അതിനും തെളിവുകളുണ്ട്. എന്നിട്ടും നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ മനസാക്ഷിക്ക് ഞാൻ വിട്ടു തരികയാണ്. ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തി മനസാക്ഷിയുള്ളവനാണെങ്കിൽ മരണം അവൻ സ്വയം സ്വീകരിച്ചു പോകുന്ന ഒരു വ്യക്തിയായി മാറും. കാരണം അത്രയും ക്രൂരതയാണ് പലരോടും ചെയ്തിരിക്കുന്നത്. പലരും പലതും പറഞ്ഞു. പക്ഷേ അതല്ല ഇവിടെ കാര്യം. നിങ്ങൾ ഈ പറഞ്ഞ കള്ളം പൊളിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ വന്നത്. എന്റെ ദൗത്യം ഈ കാര്യത്തിൽ തീർന്നിരിക്കുകയാണ്. പക്ഷെ എന്റെ ദൗത്യം ആ കൊച്ചിന് നീതി വാങ്ങിക്കൊടുക്കുന്നതോളം വരെ നീളും.
അതിൽ നിന്ന് പിന്മാറുകയില്ല. ആരും അതിൽ തടയില്ല. കാരണം ഇത് ദൈവ നിയോഗമായിട്ടായിരിക്കും ചിലപ്പോൾ വന്നുപെട്ടത്. ഞാനത് അതിന്റെ വൃത്തിയായിട്ട് ചെയ്യും. അപ്പൊ നന്ദി, നമസ്കാരം. ബാക്കി ഭാഗം കണ്ടിട്ട് പാവം ആ ചേട്ടൻ ആ പശുവുമായി അവിടെ കിടന്ന് മൽപ്പെടുത്തുകയാണ്. ചേച്ചിക്ക് പറ്റുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചേച്ചി വീട്ടിൽ നിന്ന് സ്റ്റാൻഡ് വിട്ട് ആ വീട്ടിലോട്ട് പോകുന്നതാണ്. ചേച്ചിയുടെ ബിസിനസ് നന്നായി പോകണം. ഒരു ഡിവോഴ്സ് ആണുള്ള കാര്യം എന്താ ചേട്ടാ? ഡിവോഴ്സ് ആകാതെ ഫാമിലി പ്രോബ്ലം തന്നെയാണ്. ഇപ്പൊ കുടുംബം നോക്കുന്നില്ല, പിള്ളേരെ നോക്കുന്നില്ല, അങ്ങനെ. പക്ഷെ ഇപ്പൊ ഈ ചേച്ചി ഓടി പുള്ളിയുടെ ഇതിനൊക്കെ പോയി ചില വീഡിയോ ഒക്കെ ഇടുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ അറിവോട് വേണം, നിങ്ങളുടെ വീട്ടിലെ സംരക്ഷണം നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ പോണത് ശരിയാണോ? അതെന്താ വെച്ചാല് അത് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അപ്പൻ പിള്ളേരുടെ അപ്പനാണല്ലോ. പിള്ളേരുടെ അപ്പനായതുകൊണ്ട് അവർക്ക് ഒരു കമ്മിറ്റ്മെന്റ്, പിള്ളേരുടെ അപ്പൻ എന്ന നിലയ്ക്ക്. അപ്പൊ അവർക്ക് വീഡിയോയിലൊക്കെ പറയുന്നത് അവര് ഒരുമിച്ച് പുള്ളിയുടെ കൂടെ തന്നെയാണ് താമസം വർഷങ്ങളായിട്ടെന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ അത് അവരെ കൊണ്ട് ആരെ പറയിപ്പിക്കുന്നതാണ്. വീഡിയോ കേൾക്കുമ്പോൾ കാണുമ്പോൾ നമുക്കറിയാതെ അവരെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിച്ച് നോക്കാന്നുള്ള വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ കണ്ടിട്ട് എനിക്ക് മനസ്സിലായതാണ്. ഈ ചേച്ചിക്ക് ബിസിനസ് ആണ് പറയുന്നുണ്ടല്ലോ. ബിസിനസ് എന്ന് പറയുന്നത് എന്ത് ബിസിനസ്സാണ് നിങ്ങളുടെ അവിടെ വന്ന് ചെയ്യുന്നത്, താമസിക്കുന്നത്? ബിസിനസ് ഒന്നുമല്ല, ഞങ്ങളിവിടെ പശു വളർത്തുന്നുണ്ട്. മുതൽ പശുവിനെയൊക്കെ വളർത്തി ഞങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. പിന്നെ പശുവിനെ വളർത്തിയ സന്തോഷമല്ലേ? അത് നല്ല കാര്യമല്ലേ. നമ്മള് ഗോമാതാവല്ലേ ഇത്? അതെ, തീർച്ചയായിട്ടും ഞങ്ങൾ സംതൃപ്തരാണ്, കുഴപ്പമില്ല. ഇതിപ്പോ പെട്ടെന്ന് ഓടിപ്പോയപ്പോ അത് ഭയങ്കര നാണക്കേടായല്ലോ ചേട്ടന്. ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ പറയുമ്പോ. ഈ മകളും ഈ പറയുന്ന മകളും ഭയങ്കര സപ്പോർട്ടായിട്ട്. ഈ മകൾ ആദ്യം അച്ഛനെ കാണത്തില്ലാത്ത ഒരാളാണെന്ന് ഞാൻ കേട്ട. ശരിയാണോ? അങ്ങനെ ഉള്ളതാണോ മകള്? ഇവര് പിന്നെ അമ്മയും മക്കളും ഫിലിപ്പുമായിട്ട് യാതൊരു അറ്റാച്ച്മെന്റ് ഉള്ളതല്ല. പിന്നെ മകൻ മാത്രമേ ഉള്ളൂ. കാരണം ഫിലിപ്പിന്റെ അമ്മ മാത്രമേ വീട്ടിലുള്ളൂ. അതുകൊണ്ട് അമ്മയ്ക്ക് നോക്കാൻ പറ്റാൻ മകൻ മകളെ പോകാറില്ല, അവരെ കാണാനും പോകാറില്ലായിരുന്നു. അവര് വേറെ താമസിക്കുന്നത്. ഈ ചേച്ചി പേര് മാറ്റിയതായിരുന്നല്ലോ, ഡോളി എന്നല്ലായിരുന്നു ആദ്യത്തെ പേര്. ഇവര് പിന്നെ ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞ് പേര് മാറ്റിയിട്ടല്ലേ ഇപ്പം എസ് ജോസഫ് എന്ന് പറഞ്ഞ ഒരു പേരിലോട്ട് മാറിയിരിക്കുന്നത്? തീർച്ചയായിട്ടും അവരുടെ പേരൊക്കെ മാറ്റിയത്. ഇപ്പൊ ആധാർ കിടക്കുന്ന ചേട്ടന്റെ വീടിന്റെ അഡ്രസ് ആണെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെയാണ് ചേട്ടൻ നമ്പർ തപ്പി എടുത്തത്. നിങ്ങളുടെ വീട്ടിലോട്ടല്ലേ അഡ്രസ് കിടക്കുന്നത്? ഈ അഡ്രസ് ആധാർ എന്റെ കൂടെ താമസിക്കുന്നതുകൊണ്ട് കെയർ ഓഫ് വന്നിരിക്കുന്നതാണ്. എന്റെ കൂടെ വന്നതിന് ശേഷമാണ് അഡ്രസ് മാറ്റിയത്. ഇപ്പൊ കെയർ ഓഫ് ആണ്. എന്റെ വൈഫിന്റെതും കെയർ ഓഫ് ഇപ്പൊ വൈഫ് ആവുന്നു. എന്താണെന്ന് നോക്കി ഈ കാലത്തിൻ്റെ ഒരൊക്കെ പച്ചക്കള്ളം പറയും. ഓപ്പോസിറ്റ് ഒരു 16 വയസ്സ്, നിങ്ങൾക്കൊരു മോളില്ലേ, അതേമാതിരി ഒരു കൊച്ചിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്തിനാണ് ഈ സ്ത്രീ ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത്? അത്രയേ ഉള്ളൂ. ഓക്കെ.